Hello everyone, welcome to JMJ classes. This is Desna Mariam Johnson. Today we are going to discuss listening, Module 2, Lesson 1, prescribed in Kerala University in the paper Language Skills. So the lesson begins with a comparison between hearing and listening. As you all know, hearing and listening are clearly different. Hearing is just a physical process. We hear a lot of voices every day. എല്ലാ ദിവസവും നമ്മൾ പല സൗണ്ടുകൾ, കിളികളുടെ സൗണ്ട് അല്ലെങ്കിൽ ആരിൽ സംസാരിക്കുന്ന സൗണ്ട് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പല സൗണ്ടുകൾ നമ്മൾ ചുറ്റിനും നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ജസ്റ്റ് എ ഫിസിക്കൽ പ്രോസസ്. Whereas listening is a conscious and deliberate act, it requires focus and effort. It is a conscious activity which necessitates complete involvement of the listener. So it is completely different from hearing. Listening is completely different from hearing. Listening എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണത്. അപ്പോൾ യു ആർ ലിസണിങ് ടു എ ക്ലാസ്. നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങളുടെ ടീച്ചർ പറയുന്നത് ചുമ്മാ കേൾക്കുക മാത്രമാണെങ്കിൽ അതിൽ കാര്യമില്ല. യു ഹാവ് ടു ലിസൺ ടു ഇറ്റ്, വാട്ട് ഷീ ഈസ് സെയിങ്, വാട്ട് ദ ടീച്ചർ ഈസ് സെയിങ്. ടീച്ചർ എന്താ പറയുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ അതിൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ലിസണിങ്ങിൽ യു ആർ പേയിങ് യുവർ കംപ്ലീറ്റ് അറ്റൻഷൻ, യു ആർ ട്രൈങ് ടു ഫോക്കസ് ഓൺ ഇറ്റ്, യു ആർ പുട്ടിങ് എൻ എഫേർട്ട്. നിങ്ങൾ കഷ്ടപ്പെട്ട് ശ്രദ്ധിച്ച് ഇരുന്ന് കേൾക്കാൻ നോക്കുകയാണ്. നിങ്ങൾ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആണ് അവിടെ. നിങ്ങൾ നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് ഇൻവോൾവ്മെൻറ്റ് അവിടെ ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിയറിങ് ആൻഡ് ലിസ്ണിങ്. ഹിയറിങ് ഇസ് ജസ്റ്റ് എ ഫിസിക്കൽ പ്രോസസ്. മറ്റേതെന്താണ്? യു ആർ പേയിങ് യുവർ അറ്റൻഷൻ, യു ആർ പേയിങ് യുവർ കംപ്ലീറ്റ് അറ്റൻഷൻ ഇൻ ദ കേസ് ഓഫ് ലിസണിങ്. രണ്ടും വ്യത്യാസമുണ്ട്. ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കേൾക്കുക മാത്രമാണ്. ലിസണിങ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുന്നതിനെയാണ് ലിസണിങ് എന്ന് പറയുക. Now there are two types of listening. One is active and the other one is passive. Active listening is when the listener gets involved consciously in the process. This is done through verbal and non-verbal cues. Non-verbal cues include smile, posture, eye contact, etc. Verbal cues include positive verbal encouragement, remembering details, clarifying, summarizing, and asking encouraging questions. An example of active listening is interview. So active listening എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the listener is completely involved in it through verbal and non-verbal means. ഓക്കെ, അപ്പോൾ വേർബലിയും നോൺ വേർബലിയും ശ്രദ്ധിക്കുന്ന ആൾ, ലിസണർ കംപ്ലീറ്റ് ആയിട്ട് ഒരു കോൺവെർസേഷനിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ആവുമ്പോഴാണ് അതിനെ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിസണർ ചുമ്മാ കേട്ടുകൊണ്ടിരിക്കുക മാത്രമല്ല, വേർബലിയും നോൺ വേർബലിയും ഹീസ് ഇൻവോൾവ് ഇൻ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ. ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആണ് കംപ്ലീറ്റ്ലി. വേർബലി ഇൻവോൾവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി മേ ആസ്ക് ഹിസ് ക്വസ്റ്റ്യൻസ്, ഹി മേ clarify his doubts, he may remember details. പോസിറ്റീവായിട്ട് പിന്നെ എന്ത് നടന്നു, അല്ലെങ്കിൽ അതിന് ശേഷം എന്ത് നടന്നു എന്നൊക്കെ ചോദിക്കുന്ന ഒരു പോസിറ്റീവ് വേർബൽ എൻകറേജ്മെൻറ്റ് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു ക്ലാസ് നടക്കുകയാണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നാൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ നേരത്തെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വേർബൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകാം. അതുപോലെ തന്നെ നോൺ വേർബൽ ഇൻവോൾവ്മെൻറ്റും ഉണ്ടാകാം. നോൺ വേർബൽ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ യുവർ സ്മൈൽ, യുവർ പോസ്ചർ, യുവർ ഐ കോണ്ടാക്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം പറയുമ്പോൾ യു ക്യാൻ സ്മൈൽ, ഓർ ദ വേ യു സിറ്റ്. നിങ്ങൾ ഒരു ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പോസ്ചർ, നിങ്ങൾ ഇരിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും ദാറ്റ് യു ആർ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ഇൻ ഇറ്റ് എന്ന്. അല്ലെങ്കിൽ നിങ്ങളുടെ ഐ മൂവ്മെൻറ്റ്സ്, ഓർ യുവർ ബോഡി ലാംഗ്വേജ്, ഓർ യുവർ ജെസ്റ്റേഴ്സ്, ആംഗ്യങ്ങളിലൂടെ ഒക്കെ യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് വേർബൽ ആൻഡ് നോൺ വേർബൽ ക്യൂസ്. എന്ന് വെച്ചാൽ ദ ലിസണർ ഈസ് കംപ്ലീറ്റ്ലി ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ്സ്. വേർബലിയും നോൺ വേർബലിയും കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുന്ന ആൾ അതിൽ ഇൻവോൾവ് ആകുന്നൊരു പ്രോസസ്സിനെയാണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. സോ അവിടെ ആക്റ്റീവാണ്, കേൾക്കുന്ന ആൾ ആക്റ്റീവാണ്. Next one is passive listening. It is the act of hearing without actively engaging or participating in the process. Example, a distracted phone conversation. Passive listening in നിങ്ങൾ കേൾക്കുന്നുണ്ട്, you are listening to it, but you are not completely into it.
യു നോട്ട് എൻഗേജിങ് ഓർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പ്രോസസ്സ്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഫോൺ കോൾ വന്നു, നിങ്ങൾ കേൾക്കുന്നുണ്ട് വാട്ട് ഹീസ് സേയിങ് എന്ന്, പക്ഷേ യു നോട്ട് കംപ്ലീറ്റ്ലി ഇൻ ടു ഇറ്റ്. നിങ്ങൾ അതിൽ എൻഗേജ് ചെയ്യുന്നില്ല. നിങ്ങൾ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുന്നില്ല. നിങ്ങൾ വെറുതെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ചിരിക്കുന്നുമില്ല, അനങ്ങുന്നുമില്ല, അങ്ങനെ ഇരിക്കുന്നു, പക്ഷെ കേൾക്കുന്നുണ്ട് ഒരു സൈഡിലൂടെ. അതാണെങ്കിൽ എന്താണത്? ദാറ്റ് ഈസ് പാസീവ് ലിസ്ണിംഗ്. ദ ലിസ്ണർ ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ഇൻ ടു ഇറ്റ്. ദ ലിസ്ണർ ഇസ് നോട്ട് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഇറ്റ്. അവിടെ ലിസ്ണർ എന്താണ്? ഹീ ഈസ് പാസീവ്. പ്രത്യേകിച്ച് ഇൻവോൾവ്മെൻ്റ് ഒന്നും ലിസ്ണറിൻ്റെ ഭാഗത്തു നിന്നും ഇല്ല. So another concept that is being introduced in your textbook is mirroring. നിങ്ങളുടെ ടെക്സ്റ്റിൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ പറയുന്ന ഒരു വാക്കാണ്, ഒരു ടേമാണ് മിററിംഗ് എന്നുള്ളത്. So mirroring is a method where the listener mirrors the expression of the speaker. So it is a method where the listener mirrors the expression of the speaker. Imagine the speaker is saying a horror story. ഒരു പേടിപ്പെടുത്തുന്നൊരു കഥ സ്പീക്കർ പറയുകയാണ്, സംസാരിക്കുന്ന ആൾ പറയുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളത് കേൾക്കുന്നു എന്നും വിചാരിക്കുക. നിങ്ങളുടെ മുഖത്ത് എപ്പോഴും അത് കേൾക്കുമ്പോൾ എന്തുണ്ടാവും? ഒരു ഭയമുണ്ടാകും. സോ സ്പീക്കറിൻ്റെ എക്സ്പ്രഷൻ, സ്പീക്കർ പറഞ്ഞ ഹൊറർ സ്റ്റോറിയുടെ എക്സ്പ്രഷൻ നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. ഒരു ഭയം എന്ന് പറയുന്ന വികാരം നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് മിററിങ്. അല്ലെങ്കിൽ ദ സ്പീക്കർ ഈസ് സേയിങ് സംതിങ് വെരി ഫണ്ണി, ഭയങ്കര തമാശയുള്ള എന്തോ ഒരു കാര്യം സ്പീക്കർ പറയുന്നു. ആൻഡ് യുവർ ഫേസ് എക്സ്പ്രസ്സസ് ദാറ്റ് ഫണ്ണി എക്സ്പ്രഷൻ. നിങ്ങളുടെ മുഖത്തും ആ ഒരു ഫണ്ണി എക്സ്പ്രഷൻ കാണാനുണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? മിററിങ് ആണ്. സോ വെൻ the listener's face mirrors the expression of the speaker, that is known as mirroring. സ്പീക്കർ പറയുന്ന കാര്യത്തിൻ്റെ ഒരു പ്രതിഫലനം, എന്തിനെക്കുറിച്ചാണോ പറയുന്നത്, ഇപ്പോൾ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ആ ഒരു അയ്യോ അങ്ങനെ സംഭവിച്ചോ എന്നുള്ള ഒരു എക്സ്പ്രഷൻ വരുന്നു എന്നുണ്ടെങ്കിൽ അതിനെയാണ് മിററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ മെത്തേഡ് where the listener mirrors the expression of the speaker. And then barriers to effective listening is the next topic. ആ ടെക്സ്റ്റിൽ തിയറി പോർഷനിൽ അടുത്ത് പറയുന്ന മെയിൻ ടോപ്പിക്കാണ് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് ലിസ്ണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വി ഹാവ് ലേൺഡ് അബൌട്ട് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ബാരിയേഴ്സ് എന്തൊക്കെയാണ്, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞ ക്ലാസ്സിൽ. അതുപോലെ തന്നെ വാട്ട് ആർ വേരിയസ് ബാരിയേഴ്സ് ദാറ്റ് എഫക്റ്റ് യുവർ ലിസണിങ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി, നിങ്ങളുടെ സ്കില്ലിനെ തടസ്സപ്പെടുത്തുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. First one is, listener can be easily distracted since our brain processes information at the rate of 400 to 800 words per minute, while our speech rates are between 125 to 175 words per minute. So listener can be easily distracted. You may not be able to give your complete attention for a longer time span. ഒരുപാട് നേരത്തേക്കിന് നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല. നിങ്ങൾ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. നിങ്ങളുടെ കോറിഡോറിലൂടെ ആരെങ്കിലും നടന്നു പോവുകയാണ്, യു ആർ സിറ്റിംഗ് ഇൻ ദ ക്ലാസ് ആൻഡ് വെൻ സംബഡി പാസസ് ത്രൂ ദ കോറിഡോർ, എന്ത് ചെയ്യും? ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും ആ കോറിഡോറിലേക്ക് നോക്കും, ആരാ നടന്നു പോകുന്നതെന്നൊക്കെ. സോ യു ഈസിലി ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. എല്ലാവരും മനുഷ്യരുടെ ഒരു ഇതാണ്, ഒരു പ്രശ്നമാണ്, പെട്ടെന്ന് തന്നെ ഡിസ്ട്രാക്റ്റഡ് ആവും. എവിടെയെങ്കിലും എന്തെങ്കിലും ഒച്ച കേട്ടാൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് നോക്കും. സോ അത് നമ്മുടെ ലിസണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നൊരു ബാരിയറാണ്. നമുക്ക് ശ്രദ്ധിച്ചിരിക്കാൻ സാധിക്കുന്നില്ല ബിക്കോസ് വി ഗെറ്റ് easily distracted by other disturbances. Second point is, if the speaker is not fluent in his or her speech. സംസാരിക്കുന്ന ഒരുപാട് തെറ്റുകൾ വരുത്തിയും അത്ര ഫ്ലുവൻ്റ് ആയിട്ടൊന്നും അല്ല എന്നുണ്ടെങ്കിൽ യു നോട്ട് ബി ഏബിൾ ടു ലിസൺ ടു ഇറ്റ്, യു നോട്ട് ബി ഫീൽ ഇറ്റ് ഇസ് ഇൻട്രസ്റ്റിംഗ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ടോക്കായിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് വരില്ല, അത്ര ഫ്ലുവൻ്റ് അല്ല സ്പീക്കർ എന്നുണ്ടെങ്കിൽ. If it is an unfamiliar accent, you may not be able to listen properly. നിങ്ങൾക്ക് പരിചിതമല്ലാത്തൊരു ആക്സെൻറ്റ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ വന്നിട്ട് ഒരു അമേരിക്കൻ അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് കാരൻ വന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്താണ്, യു നോട്ട് ഫെമിലിയർ വിത്ത് ദ ആക്സെൻറ്റ് ഓഫ് എ ബ്രിട്ടീഷർ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ. സോ യു ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു കോംപ്രിഹെൻഡ് വാട്ട് ഹീ ഈസ് സെയിങ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു ആക്സെൻറ്റിലാണ്
ഒരു ബ്രിട്ടീഷുകാരനോ അല്ലെങ്കിൽ ഒരു അമേരിക്കക്കാരനോ നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് സംസാരിക്കുകയാണെങ്കിൽ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സെയിങ്, പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലിസണിങ് എന്താണ് അതിനെ എഫക്റ്റ് ചെയ്യും. സോ അൺഫെമിലിയർ ആക്സെൻറ്റ് ഇസ് അനദർ ബാരിയർ. ലോ വോളിയം, ഇഫ് ദ സൗണ്ട് ഇസ് ലെസ്, വളരെ പതുക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, യു വിൽ നോട്ട് ബി ഏബിൾ ടു ലിസൺ പ്രോപ്പർലി. ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ഡിസ്റ്റർബൻസസ്. ഫിസിക്കൽ ഡിസ്റ്റർബൻസസ് എന്താണ്? ഇഫ് യു ആർ സിക്ക്, നിങ്ങൾക്ക് വയ്യ, പനിയാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു ലിസൺ പ്രോപ്പർലി. ഇമോഷണൽ ഡിസ്റ്റർബൻസസ് എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ സാഡ്, യു വിൽ നോട്ട് ബി ഏബിൾ ടു ഗിവ് യുവർ കംപ്ലീറ്റ് അറ്റൻഷൻ. ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ യു ആർ വെരി എക്സൈറ്റഡ്, എന്തോ ഒരു കാര്യത്തിനെക്കുറിച്ച് വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ യു നോട്ട് ബി ഏബിൾ ടു ലിസൺ പ്രോപ്പർലി. ആൻഡ് ഫൈനലി നോയ്സ്. അത് എന്താണ്? എന്തൊരു ഇൻ്റർഫിയറൻസും ആകാം, ഏതൊരു ഡിസ്റ്റർബൻസും ആകാം. ഞാൻ ഈ പറഞ്ഞ പോലെ കൊറിഡോറിൽ കൂടെ ഒരാൾ പാസ് ചെയ്ത് പോകുന്ന ഒച്ചയാണെങ്കിലും ആകാം. ദാറ്റ് ക്യാൻ ഓൾസോ എഫക്റ്റ് യുവർ listening. So these are certain barriers that can affect your listening. Now what are various ways to improve listening? അപ്പോൾ ലിസണിങ് സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Maintaining eye contact and asking feedback questions help in enhanced listening in the context of conversation. So you can ask questions, you can maintain eye contact with the person whom you are talking to. നിങ്ങൾ സംസാരിക്കുന്ന ആളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക. ഇപ്പം ഒരു ടീച്ചർ പഠിപ്പിക്കുകയാണ്, ആൻഡ് ഇഫ് ഷീ ആസ്ക്സ് യു ക്വസ്റ്റ്യൻ, നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരിക്കും, നിങ്ങൾ ലെസൺ ചെയ്യും. ഓ, ടീച്ചർ അപ്പോൾ ചോദിക്കും, അപ്പോൾ ഉത്തരം പറയണമെങ്കിൽ ഐ ഹാവ് ടു പേ അറ്റൻഷൻ, ഞാൻ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളൊരു തോന്നലിൽ യു മേ ഗീവ് സം അറ്റൻഷൻ ടു ഇറ്റ്. അപ്പോൾ ആ രീതിയിൽ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ക്യാൻ ഓൾസോ എൻഹാൻസ് യുവർ ലിസ്ണിങ് സ്കിൽസ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നതിൻ്റെ സ്പാൻ കൂട്ടാനും അത് കുറച്ച് സ്കിൽസ് കൂട്ടാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നൊരു കാര്യമാണ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട്. സെക്കൻഡ് പോയിന്റ് ഇസ് ലിസൺ വിത്ത് എൻ ഓപ്പൺ മൈൻഡ്. ഡോണ്ട് ബി ഡിസ്ട്രാക്റ്റഡ്. ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ഈസിലി. ട്രൈ ടു കോൺസെൻട്രേറ്റ് ഓൺ ഇറ്റ്. അവർ സ്പീക്കർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെന്താണ് സംസാരിക്കുന്നതെന്ന് കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഷൻ കൊടുത്ത് ശ്രദ്ധിച്ചിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. റീഡിങ് ക്യാൻ എൻഹാൻസ് യുവർ ലിസണിങ് സ്കിൽ. നിങ്ങൾ ഉറക്കെ വായിച്ചൊക്കെ പഠിക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? സോ വെൻ യു റീഡ് എസ്പെഷ്യലി ലൗഡ്ലി, ദാറ്റ് വിൽ എൻഹാൻസ് യുവർ ലിസണിങ് സ്കിൽ. Listening to the language via audio texts, podcasts or by watching movies without subtitles. ഇപ്പം നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് പഠിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ യു ക്യാൻ ലിസൺ ടു ഓഡിയോ ടെക്സ്റ്റസ് ഓർ പോഡ്കാസ്റ്റസ് ഓർ മൂവീസ്. യു ക്യാൻ വാച്ച് മൂവീസ് വിത്തൗട്ട് സബ് ടൈറ്റിൽസ്. അപ്പം മൂവീസ് സബ് ടൈറ്റിൽസ് ഇല്ലാതെ കാണുമ്പോൾ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ ഒക്കെ വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ സ്പീക്കർ ഇസ് സേയിങ്. അവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ കുറച്ചുകൂടെ കീനായിട്ട് ശ്രദ്ധിക്കും. So that can also enhance your listening skills. Summarize after every lecture. So if you have attended a class, try summarizing it. ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞെങ്കിൽ അതൊന്ന് എന്തായിരിക്കും ആ ക്ലാസ്സിൽ നടന്നതെന്നൊക്കെ ഇങ്ങനെ ഒരു ബ്രീഫ് ചെയ്ത് പറയാൻ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ അല്ലെങ്കിൽ അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞതെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കാനായിട്ട് ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് ഇഫ് യു വോണ്ട് ടു സമ്മറൈസ് ഇറ്റ്, യു വിൽ ട്രൈ ടു ലിസൺ ടു ഇറ്റ് by giving more attention towards it. കുറച്ചുകൂടെ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് അത് സമ്മറൈസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് യു വിൽ ട്രൈ ടു ലിസൺ ഇറ്റ് മോർ കെയർഫുള്ളി. കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് അത് കേൾക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കും. അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്യാൻ ഗിവ് യു എ ടാസ്ക് ബൈ ആസ്കിങ് യു ടു സമ്മറൈസ്. ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ടീച്ചേഴ്സിന് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം ടു സമ്മറൈസ് വാട്ട് ഐ ഹാവ് ടോട്ട് യു. ഇപ്പം ഞാൻ എന്താ പഠിപ്പിച്ചതെന്നുള്ളത് നിങ്ങൾ വന്നിട്ടൊന്ന് സമ്മറൈസ് ചെയ്യാം, ഒന്ന് പറയാം. സോ ദോസ് തിങ്സ് ക്യാൻ എൻഹാൻസ് യുവർ ലിസണിങ് സ്കിൽസ്. So that's all about the theory portion. Listening theory portion അത്രയും മാത്രമേ പറയുന്നുള്ളൂ. Now we'll discuss often asked questions in university exam from this module, from this lesson. ഈ ലെസണിൽ ലിസണിങ് എന്നുള്ള ലെസണിൽ സ്ഥിരമായിട്ടും ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. When the listener is actively involved consciously, it is called dash listening. So you know the answer. It is active listening. Second question is how can we improve listening skills? ഇപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്, അതാണ് അതിൻ്റെ ആൻസർ. Why is listening considered to be a conscious activity?
ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലിസണിങ് ആൻഡ് ഹിയറിങ്. സോ ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ പ്രോസസ്സാണെന്നും ലിസണിങ് എന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് അറ്റൻഷൻ ആവശ്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ കോൺഷ്യസ് ആക്ടിവിറ്റി എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. So that's it for the day. I hope you understood it. Thank you so much for watching the video.